മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ധാരാളം വിദേശ മലയാളികളും കുറേയൊക്കെ വിദേശ ഇന്ത്യക്കാരും നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പലരോടും ചോദിക്കാറുണ്ട്. വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു ചോദ്യം, അഗാധമായി ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരാറുള്ളത്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമായിട്ടുള്ള കുറേ സന്ദേശങ്ങളാണ്. അവരെ വേദാന്തം പഠിപ്പിക്കുകയോ ഭഗവത്ഗീത പഠിപ്പിക്കുകയോ പുരാണങ്ങൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അവർ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണമെന്നുള്ളതൊന്ന് തീരുമാനിക്കുക. അത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. എഴുന്നേറ്റിട്ട് കിടക്കയിലിരുന്ന് ഒരു 30 സെക്കൻഡ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കാനും നാക്ക് വടിക്കാനും മുഖം കഴുകാനും നിങ്ങളത് ജീവിതത്തിൽ പകർത്തിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. സാധിക്കുമെങ്കിൽ 5 മണിക്ക് അതാത് രാജ്യത്തെ സമയത്തിൽ 5:30 ഉള്ളിൽ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രാവിലെ കുളിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കി മാറ്റുക. പക്ഷേ തണുപ്പും മറ്റ് കാര്യങ്ങളുമെല്ലാം ചിന്തിച്ചിട്ട് ഏതാണ് നല്ല വഴിയെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് ഓർമ്മിക്കുക. രാവിലെ മിനിമം 10 മിനിറ്റെങ്കിലും കുറച്ച് ഗായത്രി മന്ത്രമോ മൃത്യുഞ്ജയ മന്ത്രമോ നാമം ജപിക്കലോ നിർബന്ധമാക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യാൻ പാകത്തിന് ചെറിയ ഒരു മന്ത്രത്തിൻ്റെയും കീർത്തനത്തിൻ്റെയും നാമജപത്തിൻ്റെയും ഒരു പെട്ടി ചൈനയിൽ നിർമ്മിച്ചതും ഇന്ത്യയിൽ നിർമ്മിച്ചതും ധാരാളം അവൈലബിളാണ്. കേരളത്തിന് അതിന് 60 രൂപ 70 രൂപ 100 രൂപ വരെയുണ്ട്. 10, 50, 70, 100 മന്ത്രങ്ങളും ഗായത്രി മന്ത്രം ഉൾപ്പെടെ ഉള്ളത് നിരന്തരം ആവർത്തിക്കുന്നതും ഒന്നിനു ശേഷം മറ്റേത് പറയുന്നതുമായിട്ടുള്ള ചെറിയ മന്ത്രപ്പെട്ടി നിങ്ങളുടെ വീട്ടിൽ ഫിക്സ് ചെയ്താൽ രാവിലെ ഉണർന്ന ഉടനെ അത് ഓൺ ചെയ്യുക. അത് നിങ്ങൾക്ക് കേട്ട് കുറേയധികം മന്ത്രങ്ങളും കീർത്തനങ്ങളും പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾക്കും അത് പഠിക്കാൻ സാധിക്കും. അത് എളുപ്പത്തിൽ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. അത് നമ്മുടെ ജീവിതത്തെ അടിമുടി ഗൃഹാന്തരീക്ഷത്തെയും മാറ്റാൻ അത് ഒത്തിരി പ്രയോജനപ്പെടും. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ പലതും ജീവിതത്തിൽ പകർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വയം പകർത്തി കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ നിർബന്ധമായിട്ടും ഒരു 10 സെക്കൻഡ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ ചെന്നവരെ കൊണ്ടാക്കിയിട്ട് കൈകൊണ്ട് ടാറ്റ പറയുക. അവർ ബസ്സിലാണ് പോകുന്നതെങ്കിൽ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവിടെ നിൽക്കുക. വൈകുന്നേരം വരുമ്പോൾ അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, അവരെ തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇടയ്ക്കെങ്കിലും അവരോട് പറയാം, നിന്നെപ്പോലൊരു മകനെ, നിന്നെപ്പോലൊരു മകളെ, നിങ്ങളെപ്പോലെയുള്ള മക്കളെ കിട്ടിയത് ഏറ്റവും പുണ്യമാണെന്ന് അവരോടൊന്ന് സൂചിപ്പിക്കുക. അവർക്ക് തോന്നണം ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് പുണ്യമാണെന്ന്. അവർക്ക് ചോറ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഇരിക്കുക. അവർക്ക് പറയാൻ ഉള്ളതെല്ലാം പറയാൻ വിടുക. അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആശ്വസിപ്പിക്കുക. അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളെ അഭിനന്ദിക്കുക. അതിൽ വളരെയധികം നിങ്ങൾ സന്തോഷിക്കുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നണം. ആ കുട്ടിയുടെ മനസ്സിലുള്ളത് മുഴുവനും തുറന്ന് പറയുന്നത് കേൾക്കാനുള്ള സമയവും ക്ഷമയും നിങ്ങൾ കാണിക്കുക. ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളതും ഞാൻ നിങ്ങളോട് പറയില്ല. ആ കുട്ടിക്ക് തോന്നണം അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തിരിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള അനുഭവമാണെന്ന്. ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും അവരുടെ കൂട്ടത്തിലിരിക്കുക. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഓരോ ദിവസവും വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവുകൾ അടുത്ത ദിവസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാം. പഴയ കാര്യങ്ങൾ എടുത്ത് ദുഃഖത്തിൻ്റെയും വേദനയുടെയും പ്രതിഷേധത്തിൻ്റെയും സ്വരം വീട്ടിനകത്ത് വരാതിരിക്കുക. വീട് എന്ന് പറയുന്നത് ഷെയറിങ്, കെയറിങ്, ക്യൂറിങ്ങിനുള്ള സ്ഥലമാണ് എന്ന് ഓർമ്മിക്കുക. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമായി തീരണം നമ്മുടെ വീട്. ആ വീട്ടിനകത്ത് സന്തോഷിക്കാനും അതുപോലെ തന്നെ ധന്യമായി ജീവിക്കാനും സാധിക്കണം. ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കര ഭഗവതി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ എഴുതി വയ്ക്കുക നമ്മുടെ പ്രവൃത്തി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമെന്ന്. ധന്യമായ രീതിയിൽ ആ വീട്ടിനകത്ത് വളരാനും ഉയരാനും സാധിക്കണം. മക്കൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താത്തത് അവരുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ശഠിക്കുന്നത് നടക്കില്ല. ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള വിശ്വാസവും വിചാരങ്ങളും വെച്ച് പുലർത്തുമ്പോഴും അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ജനത
ശാസ്ത്രയുക്തമല്ലാത്തത് പലതും തിരസ്കരിക്കും. വളരുന്ന കുട്ടികളെ ചോദ്യം ചെയ്തേ വളരുകയുള്ളൂ. അവരെ കൊണ്ട് അടിച്ചമർത്തി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണമെങ്കിൽ 1-ാമത്തെ വയസ്സ് മുതൽക്ക് മുസ്ലിങ്ങൾ ചെയ്യുന്ന മാതിരി വേണ്ടി വരുമായിരുന്നു. അവരെ 1-ാമത്തെ വയസ്സ് മുതൽക്ക് ഈ മദ്രസകളിൽ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ ചോദ്യം ചെയ്യില്ല. കാരണം ആദ്യം പഠിപ്പിക്കുന്നത് ചോദ്യം ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് അവർ ചോദ്യം ചെയ്യില്ല. നമ്മുടെ ധർമ്മത്തിൽ ഇന്ന് വരെയും ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്തിട്ടേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ അത് ചെയ്യും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ അത് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നല്ല കീർത്തനങ്ങളും അതിൻ്റെ അർത്ഥനകളും പ്രാർത്ഥനകളും നമ്മൾ അറിയുക. വൈകുന്നേരം കുറേ നേരമെങ്കിലും കുട്ടികളുടെ കൂടെ ഇരിക്കുക. കുറേ നല്ല സിനിമകൾ കാണുമ്പോൾ ഏത് കാണണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ കണ്ടതിൽ നിന്ന് എന്തെടുക്കണമെന്ന് തീരുമാനിക്കുക. നമ്മുടെ കുട്ടികളെ ഓർമ്മിക്കുക. ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള കുറേ ഷോ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം സ്റ്റേജിൽ കയറിയ വ്യക്തി സ്റ്റേജ് തൊട്ട് തലയിൽ വെച്ചിട്ടാണ് കയറിയത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും സ്റ്റേജ് തൊട്ട് തലയിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെല്ലാവരും കയറിയത്. അപ്പം മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്നുള്ള വരി മുമ്പിൽ പോകുന്നവൻ ചെയ്യുന്നത് മക്കൾ ചെയ്യും. അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓർമ്മിക്കുക, 7 മണിക്കൂറാണ് അവർ സ്കൂളിലുള്ളത്, അല്ലെങ്കിൽ 8 മണിക്കൂർ. 17 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലാണ്. മിക്കവാറും സാറ്റർഡേ സൺഡേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലാണ്. അവർക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ മക്കൾക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. അവർക്ക് ഏതിലൂടെ വേണമെങ്കിലും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കില്ല, നമുക്ക് പരിമിതിയുണ്ട്. ഓർമ്മിക്കുക, ഒരു കുട്ടിക്ക് മിസ്ബിഹേവ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം അവർ പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അവരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ഇഷ്ടപ്രകാരം ശരീരം വളർത്താനുള്ള ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ. മനസ്സ് വളർത്താനുള്ള കുറേയധികം കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും പറഞ്ഞു കൊടുക്കണം. കുറേ കഥകൾ പറഞ്ഞു കൊടുക്കണം. ചെറുപ്പം മുതൽക്ക് തുടങ്ങണം. അത് 3 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്ക് അവർക്കിതെല്ലാം കേൾക്കുന്നത് ഇഷ്ടമാണ്. 6-നും 9-നും അല്ലെങ്കിൽ 10-നും ഇടയ്ക്ക് അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. 10 കഴിഞ്ഞാൽ അവർ നിഷേധിക്കും, തിരസ്കരിക്കും, നിങ്ങൾ പറയുന്നത് സ്വീകരിക്കില്ല. പിന്നെ 21 കഴിയുന്നത് വരെ അവരെല്ലാത്തിനും നിഷേധാത്മകമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും. മിക്കവാറും കേരളത്തിലും ഭാരതത്തിലും ഈ പ്രായത്തിലുള്ളവരെയാണ് SFIക്കാരും DYFIക്കാരും ചാക്കിടുന്നത്. എല്ലാത്തിനെയും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും തിരസ്കരിക്കാനും തമസ്കരിക്കാനുമുള്ള ഒരു ചങ്കൂറ്റം പ്രകൃതി മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഈ 11 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കാണ്. ഒരല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അത് പ്രകൃതി കൊടുത്തതാണ്, കുട്ടികൾ ഉണ്ടാക്കുന്നതല്ല. ഏത് മൃഗത്തിനും അതുണ്ട്. മാതാപിതാക്കളുടെ കെട്ടുപാടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഇച്ഛാശക്തി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർക്ക് കൊടുക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് ആ കുട്ടികളെ വെച്ച് പുലർത്തുന്നത്, കൂടെ പാർപ്പിക്കുന്നത്. ഈവൻ അമേരിക്കൻ സംസ്കാരം പോലും 16-17 വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവനവൻ്റെ ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ആണ് വളരുന്നത്. അവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നന്മ തിന്മകൾ നല്ല രീതിയിൽ അറിയിക്കണം. നമ്മുടെ മാതൃഭാഷ സാധിക്കുന്നിടത്തോളം പഠിപ്പിക്കണം. നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് കുട്ടികളോട് സംസാരിക്കണം. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ എന്ന നിയമം ജീവിതത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആണ്, ഫിസിക്സിൽ ആപ്ലിക്കബിൾ അല്ല. ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നതിനനുസരിച്ച് അത് ഉൾക്കൊള്ളുന്നവരുടെ കപ്പാസിറ്റിയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയുടെയും അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അറിയുക. നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി തന്നെ വളർത്തുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവ എന്താണ് യോഗ്യത എന്നുള്ളത് അവരറിയിക്കുക. അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുമ്പോഴും വാർദ്ധക്യം നമുക്ക് വരുമെന്നും നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നും മാതൃധർമ്മവും പിതൃധർമ്മവും അനുസരിച്ച് മക്കളെ പഠിപ്പിക്കുക. പുത്രധർമ്മം പുത്രിധർമ്മം എന്താണെന്ന് ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങിനുമുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സ്ഥലമാണ് വീട് എന്നുള്ളത് ഓർമ്മിക്കുക. അവരെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തുന്നതിന് പകരം കാഷ്വലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ജീവിതത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ചർച്ച രസകരമായിട്ടുള്ള അനുഭവങ്ങളാക്കി മാറ്റുക. ഇതെല്ലാം പ്രായോഗികമാണ്, പ്രായോഗികമല്ലാത്തതല്ല. നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തെല്ലാം കൂടുതൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക. നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും വളരെ ഉപരിപ്ലവമായിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ളത് സർവ്വതും യൂട്യൂബിലുണ്ട്. ഗൂഗിൾ സെർച്ചിലൂടെ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. വേദങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വീട്ടിനകത്ത് കേൾക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കണമെങ്കിൽ, ഒരു സ്ഥായിയായ ഭാവം ഉണ്ടാക്കണമെങ്കിൽ വേദങ്ങൾ അവൈലബിൾ ആണ്.
രാമായണത്തിലെ മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ്, ഭഗവത്ഗീതയിലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവൈലബിൾ ആണ്, സർവ്വതും ഇന്ന് ഗൂഗിൾ സെർച്ചിൽ അവൈലബിൾ ആണ്. ഒരു ലൈബ്രറിയിൽ ചെന്ന് പഠിച്ച് ഉൾക്കൊണ്ട് മനഃപ്പാഠമാക്കിയിട്ട് മക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന മക്കളോട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നുള്ളത് ഗൂഗിൾ സെർച്ചിൽ കൊടുത്താൽ മതി. തക്ഷശിലയെക്കുറിച്ചോ നളന്ദയെക്കുറിച്ചോ അറിയണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് നടത്താനായിട്ട് അവരോട് പറയുക. അവർ നടത്തും. അവർ പോർണോഗ്രഫിയും നെഗറ്റീവുകളും അന്വേഷിച്ച് പോകുമ്പോൾ ഇത് മറ്റൊരു വഴിയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഇനി അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ലിസണിങ്ങിലൂടെയും വാച്ചിങ്ങിലൂടെയും ഡിസ്കഷനിലൂടെയും തിങ്കിങ്ങിലൂടെയും അതിൽ നിന്ന് നന്മകൾ പ്രാക്ടീസിങ്ങിലൂടെയും അറിയാൻ സാധിക്കട്ടെ. ഇന്ന് ലഭ്യമായ 11ാമത്തെ അവതാരം എന്ന് പറയാവുന്ന മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ. അത് പരമാവധി ഉപയോഗിച്ച് പഠിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പരമാവധി ഉപയോഗിച്ച് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക. ഈ സനാതനധർമ്മത്തിൻ്റെ അവകാശികളാണെന്ന് തല ഉയർത്തി നിന്ന് പറയാൻ സാധിക്കണം. മറ്റു മതങ്ങളുടെ നന്മകൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം മറ്റു മതങ്ങളുടെ കുഴപ്പങ്ങളും അടിവരയിട്ട് പറഞ്ഞു കൊടുക്കാം. സനാതനധർമ്മത്തിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം അതിനെ മാറ്റി സദാചാരം എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാം. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.